നിങ്ങളുടെ കൈപ്പത്തികൾ എപ്പോഴും വിയർക്കാറുണ്ടോ? മറ്റൊരാൾക്ക് ഒരു ഹാൻഡ് ഷേക്ക് നൽകാൻ പോലും ആത്മവിശ്വാസമില്ലാതെ നിങ്ങൾ മടിച്ചിട്ടുണ്ടോ? എഴുതാൻ തുടങ്ങുമ്പോൾ പേന വിരലുകൾക്കിടയിൽ നിന്ന് വഴുതിപ്പോകുന്നതും പേപ്പർ ആകെ നനഞ്ഞു കുതിരുന്നതും നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണോ? കമ്പ്യൂട്ടർ കീബോർഡിലോ മൊബൈൽ ഫോണിലോ വിരലുകൾ സ്ലിപ്പായി പോകുന്നത് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരം നൽകുന്ന കൃത്യമായ ചില സൂചനകളാണിവ. ശരീര താപനില നിയന്ത്രിക്കുന്നതിനുള്ള സ്വാഭാവിക മാർഗമാണ് വിയർപ്പ്. എന്നാൽ അനാവശ്യമായി കൈകളിൽ മാത്രം അനുഭവപ്പെടുന്ന അമിതമായ വിയർപ്പ് വെറും ഒരു അസ്വസ്ഥതയല്ല, മറിച്ച് അതൊരു പ്രത്യേക ശാരീരിക അവസ്ഥയാണ്. വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ പാൽമർ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്നാണ് വിളിക്കുന്നത്. ചൂടോ കഠിനമായ വ്യായാമമോ സമ്മർദ്ദമോ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും കൈകൾ അമിതമായി വിയർക്കുന്ന അവസ്ഥയാണിത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഈ പ്രശ്നം ശാരീരികമായ ബുദ്ധിമുട്ടുകളേക്കാൾ ഉപരിയായി ഒരാളുടെ മാനസികാരോഗ്യത്തെയും ആത്മവിശ്വാസത്തെയുമാണ് ആഴത്തിൽ ബാധിക്കുന്നത്. സാധാരണയായി ഇതിനെ പ്രൈമറി ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് വിളിക്കുന്നു. ഇത്തരം അവസ്ഥയുള്ളവരിൽ രാത്രി സമയങ്ങളിൽ വിയർപ്പ് കുറവായിരിക്കുമെന്ന് അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി അസോസിയേഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ സെക്കൻഡറി ഹൈപ്പർ ഹൈഡ്രോസിസ് കേസുകളിൽ രാത്രികാലങ്ങളിലും കൈകളിൽ വിയർപ്പ് അനുഭവപ്പെടാം. വിയർപ്പ് ഗ്രന്ഥികൾ ഒരു കാരണവുമില്ലാതെ അമിതമായി സജീവമാകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പലപ്പോഴും കൗമാരപ്രായത്തിൽ ആരംഭിക്കുന്ന ഈ അവസ്ഥ പാരമ്പര്യമായും കണ്ടുവരാറുണ്ട്. ഇത് ജീവന് അപകടകരമല്ലെങ്കിലും ദൈനംദിന ജീവിതത്തിലെ ഇടപെടലുകളെ സങ്കീർണമാക്കിയേക്കാം. അമിതമായ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവുമാണ് ഇതിന്റെ മറ്റൊരു പ്രധാന കാരണം. ഒരു പൊതുവേദിയിൽ സംസാരിക്കേണ്ടി വരുമ്പോഴോ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആവേശത്തോടെ സംസാരിക്കുമ്പോഴോ ചിലരുടെ കൈകൾ അസാധാരണമായി വിയർക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ വിയർപ്പ് ഗ്രന്ഥികളെ അമിതമായി ഉത്തേജിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. ഇതുമൂലം കൈകൾക്ക് പുറമെ കാലുകളും കക്ഷങ്ങളും അമിതമായി വിയർക്കാം. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലെ ക്രമക്കേടുകളും ഈ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ മെറ്റബോളിസം വർദ്ധിക്കുകയും ശരീരം കൂടുതൽ ചൂടാകുകയും ചെയ്യുന്നു. വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, അകാരണമായി ശരീരഭാരം കുറയുക, എപ്പോഴും അനുഭവപ്പെടുന്ന അസ്വസ്ഥത എന്നിവയോടൊപ്പം കൈകൾ വിയർക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു തൈറോയ്ഡ് പരിശോധന നടത്തേണ്ടതാണ്. മറ്റൊരു പ്രധാന ഘടകം രക്തത്തിലെ പഞ്ചസാരയുടെ അളവാണ്. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നില പെട്ടെന്ന് താഴുന്നത് വിയർപ്പ്, വിറയൽ, തലകറക്കം എന്നിവയ്ക്ക് കാരണമാകും. ശരീരത്തിന് പെട്ടെന്നുണ്ടാകുന്ന ബലഹീനതയോടൊപ്പം കൈകൾ വിയർക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി കാണണം. കൂടാതെ പ്രായപൂർത്തിയാകുമ്പോഴോ ഗർഭകാലത്തോ ആർത്തവ വിരാമ സമയത്തോ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും വിയർപ്പ് വർദ്ധിപ്പിക്കാറുണ്ട്. ചില മരുന്നുകളുടെ പാർശ്വഫലമായും ഈ അവസ്ഥയുണ്ടാകാം. ഉദാഹരണത്തിന് വിഷാദ രോഗത്തിനുള്ള മരുന്നുകളോ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മരുന്നുകളോ കഴിക്കുന്നവരിൽ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടേക്കാം. പുതിയ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയതിനു ശേഷമാണ് വിയർപ്പ് അനുഭവപ്പെടുന്നുവെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൈകൾ വിയർക്കുന്നത് എപ്പോഴും അപകടകരമല്ല എങ്കിലും ഇതിനൊപ്പം നെഞ്ചുവേദനയോ ശ്വാസതടസ്സമോ അനുഭവപ്പെടുക, അകാരണമായി ഭാരം കുറയുക, രാത്രിയിൽ പനിയോടൊപ്പം വിയർക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വൈദ്യപരിശോധന തേടണം. ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പ്രശ്നത്തിന് വലിയ പരിഹാരമാകും. അമിതമായി മസാല അടങ്ങിയതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കുറയ്ക്കുന്നതും സ്ട്രെസ് മാനേജ്മെന്റ് വ്യായാമങ്ങൾ ശീലമാക്കുന്നതും അമിത വിയർപ്പിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. കൈകൾ വിയർക്കുന്നത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ ജനറൽ ഫിസീഷ്യനെയോ കാണിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ശരീരം നൽകുന്ന ഇത്തരം ലക്ഷണങ്ങളെ അവഗണിക്കാതെ കൃത്യമായ ചികിത്സ തേടുന്നത് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നിങ്ങളെ സഹായിക്കും.